നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട പോലീസ് അസോസിയേഷനിലെ പോലീസുകാർ തമ്മിൽ തർക്കം മൂത്ത് അത് പുറം ലോകം അറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ട പോലീസ് അസോസിയേഷൻ സെക്രട്ടറി നിശാന്ത് ചന്ദ്രൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പുഷ്പദാസിനെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ഇതോടെയാണ് ഇരുവർക്കുമിടയിലെ തർക്കം മറന്നീക്കി പുറത്തേക്ക് വന്നത്. സന്നിധാനത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണിച്ചു തരാം എന്നാണ് ജില്ലാ സെക്രട്ടറി നിശാന്ത് ചന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ നൽകിയ പട്ടിക മറികടന്ന് ശബരിമല ഡ്യൂട്ടി നൽകി. ഇതാണ് തർക്കത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിലേക്ക് ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കാണിച്ചു തരാമെന്ന ഭീഷണിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ജില്ലാ പോലീസ് അസോസിയേഷൻ സാധാരണ ശബരിമല ഡ്യൂട്ടിക്ക് താല്പര്യമുള്ള ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കി ജില്ലാ കളക്ടർക്ക് നൽകാറുമുണ്ട്. തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ പുഷ്പദാസ് ഇത്തവണ ലിസ്റ്റിൽ ഇടം പിടിച്ചു. പക്ഷേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനായി അദ്ദേഹം ശ്രമം നടത്തി. പക്ഷേ ഇത് നടക്കാതെ വന്നു എന്നാണ് പുഷ്പദാസിന്റെ പ്രതികരണം. സന്നിധാനത്തെ ഡ്യൂട്ടി സ്ഥിരമല്ലെന്നും ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കാണിച്ചു തരാമെന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറി നിശാന്ത് ചന്ദ്രന്റെ ഭീഷണി. നിശാന്തും പുഷ്പദാസും തമ്മിൽ പോലീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം പുഷ്പദാസിനെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചെന്ന വാദം തെറ്റാണെന്ന് നിശാന്തിന്റെ പ്രതികരണം. ഗുണ്ടാബന്ധം എന്ന പരാതിയെ തുടർന്ന് തിരുവല്ലയിൽ നിന്നും കഴിഞ്ഞ മാസം ചിറ്റൂരിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് നിശാന്ത്. എന്തായാലും പോലീസ് അസോസിയേഷൻ പട്ടിക മറികടന്ന് ശബരിമല ഡ്യൂട്ടി നൽകിയതിലാണ് പോലീസുകാർ തമ്മിൽ ഉടക്കുന്നത്, പരസ്പരം അങ്ങോട്ട് ഭീഷണി മുഴക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നടന്നത്. എന്തായാലും എന്റെ ശബ്ദരേഖ അടക്കം പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ചിറ്റാർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ആളാണ് പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി നിശാന്ത് ചന്ദ്രൻ. മാത്രമല്ല, നിലവിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പുഷ്പദാസ് തിരുവല്ല സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. നിശാന്ത് പുഷ്പദാസും തമ്മിൽ പോലീസ് അസോസിയേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രശ്നങ്ങളുണ്ട് എന്നാണ് വിവരം. എന്തായാലും ഈ പ്രശ്നം എങ്ങനെ അവസാനിക്കും എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. ശബരിമല ഡ്യൂട്ടിയിൽ താല്പര്യമുള്ള ആളുകളുടെ അഭിപ്രായം ചോദിക്കുന്നത് പോലീസ് അസോസിയേഷൻ സാധാരണയായി ചെയ്യാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജില്ലയിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് താല്പര്യപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്നത്. ഇത് പതിവാണ്. ഈ വർഷവും അത്തരത്തിലൊരു ലിസ്റ്റ് കൈമാറിയിരുന്നു. പക്ഷെ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ തന്നെയാണ് പുഷ്പദാസ് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യം നിലവിൽ ശക്തമാകുന്നുണ്ട്. അതേസമയം പുഷ്പദാസിന്റെ പേര് ലിസ്റ്റിൽ നിന്ന് വെട്ടിക്കളയാൻ പോലീസ് അസോസിയേഷന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമം ഉണ്ടായെന്ന ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അസോസിയേഷൻ ഇടപെടൽ ഉണ്ടായിട്ടും തനിക്ക് ശബരിമല ഡ്യൂട്ടിക്ക് പോസ്റ്റിംഗ് കിട്ടിയെന്ന തരത്തിൽ പുഷ്പദാസ് സംസാരിച്ചതെന്നാണ് ശബ്ദ സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോൾ പുഷ്പദാസിനെ സ്ഥലം മാറ്റിയേക്കുമെന്ന തരത്തിലാണ് നിശാന്ത് ചന്ദ്രന്റെ മറുപടി. എന്നാൽ ശബ്ദ സന്ദേശത്തിന് തനിക്കെതിരെ വരുന്ന ഭാഗമാത്രം വേർതിരിച്ചെടുത്ത് പുഷ്പദാസ് മാധ്യമങ്ങൾക്ക് നൽകുകയായിരുന്നു എന്നാണ് നിശാന്തിന്റെ പ്രതികരണം. തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലൊരു സംഭാഷണം ഉണ്ടായതെന്നും നിശാന്ത് പറയുന്നു. പുഷ്പദാസിനെ ശബരിമല ഡ്യൂട്ടിക്കുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പോലീസ് അസോസിയേഷൻ ഒരു തരത്തിലും ഇടപെട്ടില്ലെന്നും മറ്റാരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും നിശാന്ത് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല ഡ്യൂട്ടിക്ക് എത്തിയ ശേഷം പുഷ്പദാസ് തന്നെ ഇങ്ങോട്ട് വിളിച്ച് ശബ്ദം റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുകയായിരുന്നുവെന്നും നിശാന്ത് പറയുന്നു.